കഥയിലെ മുഴുവൻ കാര്യങ്ങളും സാങ്കല്പികമാണ്. കഥ പൂർണ്ണമായും വിനോദത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ചാനൽ ഒരു വിധത്തിലുള്ള അന്ധവിശ്വാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മനുഷ്യർ വീടുകൾക്കുള്ളിൽ അടച്ചുകൂട്ടിയിരിക്കുമ്പോൾ പുറത്തെ ലോകം ആർക്കവകാശപ്പെട്ടതാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിപ്പോകരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പകൽ വെളിച്ചത്തിൽ നമ്മൾ കാണുന്ന ലോകമല്ല രാത്രിയിലേത്. ഇരുട്ടിന് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. 2020 മെയ് 14, സമയം രാത്രി 11:30. പാലക്കാട് ചിറ്റൂരിലെ എൻ്റെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഭാര്യ മായയും 4 വയസ്സുകാരൻ മകൻ അപ്പുവും 9:30 കഴിഞ്ഞപ്പോൾ തന്നെ കിടപ്പുമുറിയിലേക്ക് പോയിരുന്നു. ലോക്ക്ഡൗൺ തുടങ്ങിയതിനു ശേഷം എൻ്റെ ഉറക്കത്തിൻ്റെ താളം തെറ്റിയിരുന്നു. വർക്ക് ഫ്രം ഹോം എന്നത് ഒരു തരം കെണിയാണ്. ജോലിക്ക് സമയപരിധിയില്ല. പുറത്ത് ശ്മശാന മൂകതയാണ്. പാലക്കാടൻ കാറ്റ് പോലുമില്ലാത്ത രാത്രി. ഇടയ്ക്കെപ്പോഴോ ദൂരെ ഇവിടെ ഒരു ഹൈവേ പെട്രോളിംഗ് വണ്ടിയുടെ സൈറൺ മുഴങ്ങിക്കേട്ടു. ഞങ്ങളുടെ കോളനിയിൽ സാധാരണയായി രാത്രി വൈകുവോളം ആളുകൾ പുറത്തിറങ്ങി നടക്കാറുള്ളതാണ്. കോവിഡ് കാലം എല്ലാം മാറ്റിമറിച്ചു. എല്ലാവരും ഭയത്തിലാണ്. അദൃശ്യനായ ഒരു ശത്രു പുറത്തുണ്ടെന്ന പോലത്തെ ഭയം. 2 ദിവസം മുമ്പാണ് തൊട്ടടുത്ത വീട്ടിലെ ഗോപിയേട്ടനെ ആരോഗ്യവകുപ്പുകാർ വന്ന് കൊണ്ടുപോയത്. അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ആംബുലൻസിന്റെ ചുവന്ന വെളിച്ചം എൻ്റെ വീടിൻ്റെ ചുമരുകളിൽ വന്നു പതിക്കുന്നത് ഞാൻ ജനലിലൂടെ നോക്കി നിന്നിരുന്നു. ഗേറ്റ് കടന്ന് വണ്ടിയിലേക്ക് കയറുമ്പോൾ ഗോപിയേട്ടൻ നിർത്താതെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. ആ ചുമയുടെ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്. ഞാൻ ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുത്ത് ജനലിലേക്ക് നോക്കി. കർട്ടൻ പകുതി മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഗ്ലാസ്സിലൂടെ നോക്കിയാൽ പുറത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം കാണാം. ഒരു മഞ്ഞ വെളിച്ചം കോൺക്രീറ്റ് റോഡിൽ വീണ് കിടക്കുന്നു. പെട്ടെന്ന് ആ വെളിച്ചത്തിലേക്ക് ഒരു നിഴൽ കടന്നു വന്നു. ഞാൻ കസാരയിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനടുത്തേക്ക് നടന്നു. ഗേറ്റിന് പുറത്ത് റോഡിന്റെ നടുവിലായി അതങ്ങനെ നിൽക്കുകയാണ്. ഒരു വലിയ കറുത്ത നായ. ഈ കോളനിയിൽ തെരുവ് നായ്ക്കൾ പതിവാണ്. മുനിസിപ്പാലിറ്റിയിൽ പരാതിപ്പെട്ടിട്ടും ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല. ലോക്ക്ഡൗൺ ആയതോടെ ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണമില്ലാതായി. വിശപ്പ് സഹിക്കാൻ കഴിയാതെ നായ്ക്കൾ പലപ്പോഴും വീടുകളുടെ ഗേറ്റിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊരു സാധാരണ നായയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ അതിനെന്തോ ഒരു തകരാറുള്ളതുപോലെ. നായ്ക്കൾ നിൽക്കുന്ന ഒരു രീതിയുണ്ട്. അവയുടെ 4 കാലുകളും ഒരു പ്രത്യേക അനുപാതത്തിലായിരിക്കും. എന്നാൽ ഇതിൻ്റെ നിൽപ്പിൽ ഒരു പാളിച്ചയുണ്ട്. മുൻകാലുകൾ സാധാരണയിൽ കവിഞ്ഞ് വശങ്ങളിലേക്ക് തള്ളി നിൽക്കുന്നു. നിലത്ത് കൈകുത്തി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ തോൾപ്പലകകൾ പോലെ. പിൻകാലുകൾ അല്പം മടങ്ങിയാണിരിക്കുന്നത്. അതൊരു മൃഗമാണോ അതോ മൃഗത്തിന്റെ രൂപം ധരിച്ച മറ്റെന്തെങ്കിലുമാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ സംശയം തോന്നും. എൻ്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. ഞാൻ ജനൽ കമ്പിയിൽ മുറുകെ പിടിച്ചു. അതൊന്നനങ്ങി. തല പതുക്കെ ഉയർത്തി എൻ്റെ ജനലിലേക്ക് നോക്കി. എനിക്കും അതിനുമിടയിൽ ആകെ 10 അടി ദൂരം മാത്രം. ഇടയിലുള്ളത് ഇരുമ്പ് ഗേറ്റും ഈ ചില്ല് ജനലും. അത് വായ തുറന്നു. പട്ടി കുരയ്ക്കുന്ന ശബ്ദമായിരുന്നില്ല പുറത്തു വന്നത്. ഒരു മനുഷ്യൻ തൊണ്ടയിലെ തടസ്സം മാറ്റാൻ വേണ്ടി ആഞ്ഞൊന്ന് ചുമക്കില്ലേ, അതുപോലൊരു ശബ്ദം. തുടർച്ചയായ 3 ചുമകൾ. എനിക്ക് പിന്നോട്ട് മാറാൻ കഴിഞ്ഞില്ല. ആ ശബ്ദം ഞാൻ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഗോപിയേട്ടൻ ആംബുലൻസിൽ കയറുമ്പോൾ ചുമച്ച അതേ ചുമ, അതേ ശബ്ദം. ഞാൻ വേഗം കർട്ടൻ വലിച്ചിട്ടു. ജനലിൽ നിന്നും പിന്നോട്ട് മാറി. ഞാൻ വല്ലാതെ പേടിച്ചുപോയി. വിശപ്പ് കാരണം ദഹിക്കാത്ത എന്തെങ്കിലും അത് തിന്നാൻ നോക്കി കാണും. ചിലപ്പോൾ അതെങ്ങാനും തൊണ്ടയിൽ കുരുങ്ങുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവും. അതാവും ഈ വിചിത്രമായി ശബ്ദം ഉണ്ടാകുന്നത്. രാത്രിയിലെ ഉറക്കമില്ലായ്മയും കോവിഡ് വാർത്തകൾ നൽകുന്ന മാനസിക സമ്മർദ്ദവും എൻ്റെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ടാകും. ഞാൻ സമാധാനിക്കാൻ ശ്രമിച്ചു. കുറച്ച് വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ശബ്ദം കേട്ടത്. എൻ്റെ വീടിൻ്റെ ഇരുമ്പ് ഗേറ്റിൽ എന്തോ ഇടിച്ച ശബ്ദം. ഞാൻ നിശ്ചലനായി. ആരോ ഗേറ്റിൽ വിരലുകൾ കൊണ്ട് തട്ടുകയാണ്. താളാത്മകമായ തട്ടുകൾ. ഒരു നായ്ക്ക് ഒരിക്കലും അങ്ങനെ ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല. അതിന് മുൻകാലുകൾ കൊണ്ട് മാന്താൻ മാത്രമേ കഴിയൂ. ഇത് വ്യക്തമായ മുട്ടലുകളാണ്. ഞാൻ ജനലിനടുത്തേക്ക് പോകാൻ നിന്നില്ല. ഭയമല്ല, ബുധരം പേടി. പകരം ഞാൻ സ്വീകരണ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തു. ലാപ്ടോപ്പും അടച്ചു വെച്ചു. മുറി പൂർണ്ണമായും ഇരുട്ടിലായി. ഞാൻ വളരെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ കിടപ്പുമുറിയിലേക്ക് നടന്നു. സ്വീകരണ മുറിയിൽ കയറിയതും ഞാൻ വാതിൽ അകത്തുനിന്നും ലോക്ക് ചെയ്തു. മായയും അപ്പവും നല്ല ഉറക്കത്തിലാണ്. ഞാൻ ബെഡിൽ അവൾക്കരികിലായി കിടന്നു. ഈ രാത്രിയിലെ ഇരുട്ടിന് ഭാരം കൂടുതലുള്ളതുപോലെ തോന്നി. ജനലിലൂടെ പുറത്തെ തെരുവുവിളക്കിന്റെ പ്രകാശം ചെറിയൊരു വരയായി മുറിയിൽ വീഴുന്നുണ്ട്. ആ ശബ്ദം വീണ്ടും കേൾക്കുന്നുണ്ടോ എന്നറിയാൻ ഞാൻ കാതുകൾ കൂർപ്പിച്ച് കിടന്നു. ഏകദേശം അരമണിക്കൂർ നേരം ഞാൻ അങ്ങനെ കിടന്നു കാണും. യാതൊരു ശബ്ദവുമില്ല.
ഞാൻ പതിയെ ഉറക്കത്തിലേക്ക് വീഴാൻ തുടങ്ങി. പെട്ടെന്ന് മായ എൻ്റെ കയ്യിൽ പിടിച്ചു. അവളുടെ പിടിമുറുകി. ഞാൻ കണ്ണു തുറന്നു. വിനോദേട്ടാ, അവൾ മന്ത്രിച്ചു. എന്താ? ഞാൻ തിരിഞ്ഞു നോക്കി. അവൾ ജനലക്കിലേക്കാണ് നോക്കുന്നത്. മുറ്റത്ത് ആരോ നടക്കുന്നുണ്ട്, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. മായ എൻ്റെ കയ്യിലെ പിടിവിട്ടില്ല. പോകണ്ട, അവൾ വിലക്കി. അത് മനുഷ്യരല്ല. ഞാൻ അവളോട് ചോദിക്കാൻ ഭാവിച്ച ചോദ്യം പാതി വഴിയിൽ നിന്നു. മനുഷ്യരല്ല എന്ന് അവൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ ജനലിലൂടെ നോക്കി. മായ പറഞ്ഞു തുടങ്ങി. വെളിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഓഫായിട്ടുണ്ട്. മുറ്റത്ത് ഇരുട്ടാണ്. പക്ഷേ മുറ്റത്തെ ചെമ്പരത്തി ചെടിയുടെ ഇലകൾ അനങ്ങുന്നുണ്ട്. കാറ്റില്ലാതെ അതനങ്ങില്ലല്ലോ. അവിടെ എന്തോ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ജനലിൻ്റെ നേരെയാണ് നോക്കി നിൽക്കുന്നത്. ഞാൻ അവളോടൊന്നും പറഞ്ഞില്ല. പേടിച്ചിരിക്കുന്ന ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച് കാര്യങ്ങൾ വഷളാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. നേരം പുലരുന്നതുവരെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയില്ല. പുറത്തുനിന്നും പിന്നെ ചെറിയൊരനക്കം പോലും കേട്ടില്ല. എങ്കിലും മുറ്റത്തെ ഇരുട്ടിൽ ഞങ്ങളെ ലക്ഷ്യമാക്കി എന്തോ ഒന്ന് കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. 2-ാം ദിവസം രാവിലെ സൂര്യപ്രകാശം മുറിയിലേക്ക് വീണപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി. ലോക്ക്ഡൗൺ ആയതിനാൽ പാൽക്കാരനോ പത്രക്കാരനോ ആരും വരാറില്ല. ഗേറ്റ് പൂട്ടി തന്നെ കിടക്കുകയാണ്. ഞാൻ മുറ്റത്തിറങ്ങി ചെമ്പരത്തി ചെടിയുടെ അടുത്തേക്ക് നടന്നു. അവിടെ ചില പാടുകൾ ഉണ്ടായിരുന്നു. മനുഷ്യന്റെ കാൽപ്പാടുകളല്ല, മൃഗങ്ങളുടേതുമല്ല. വലിയ എന്തോ ഒന്ന് അവിടെ ഇഴഞ്ഞു പോയതുപോലെയുള്ള പാടുകൾ. മണ്ണിൽ അവിടെയുടെയായി ചെറിയ കുഴികൾ വീണിട്ടുണ്ട്. ഞാൻ ഗേറ്റിനടുത്തേക്ക് പോയി. ഗേറ്റിന്റെ താഴത്തെ ഇരുമ്പ് കമ്പിയിൽ എന്തോ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഞാൻ കുനിഞ്ഞു നോക്കി. കറുത്ത നിറത്തിലുള്ള കട്ടിയുള്ള രോമങ്ങൾ, ഒരു നായയുടെ രോമങ്ങളെക്കാൾ നീളമുള്ളവ. ആ സമയത്താണ് മായ കാപ്പി കുടിക്കാൻ വിളിച്ചത്. ഞാൻ രോമങ്ങളെപ്പറ്റി അവളോട് പറയാൻ നിന്നില്ല. ഒരുപക്ഷെ വല്ല കാട്ടുമൃഗങ്ങളും വഴിതെറ്റി വന്നതാകാം. ചിറ്റൂർ മേഖലയിൽ പന്നികൾ ഇറങ്ങാറുണ്ട്, അതായിരിക്കും. ഉച്ച കഴിഞ്ഞ സമയം. അപ്പു ഹാളിലിരുന്ന് TV കാണുന്നു. ഞാൻ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്നു. മായ തുണികൾ അലക്കി വെളിയിൽ അലയിൽ വിരിക്കാൻ പോയതാണ്. വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മായ ഓടി അകത്തേക്ക് വന്നു. അവളുടെ മുഖം വല്ലാതെ വിളറിയിരുന്നു. അവൾ വേഗം മുൻവാതിൽ അടച്ചു കുറ്റിയിട്ടു. എന്താ മായേ, എന്താ പറ്റിയേ? ഞാൻ കസാരയിൽ നിന്ന് എഴുന്നേറ്റു. അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ ജനലിന്റെ നേർക്ക് വിരൽ ചൂണ്ടി. ഞാൻ ജനലിനടുത്തേക്ക് ചെന്നു. കർട്ടൻ പതുക്കെ മാറ്റി പുറത്തേക്ക് നോക്കി. മുറ്റത്തൊരു മൃഗം നിൽപ്പുണ്ട്. ഒരു ചെറിയ കറുത്ത പശുക്കിടാവ്. അത് ചെമ്പരത്തിയുടെ ഇലകൾ കടിച്ചു തിന്നുകയാണ്. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ചുറ്റും വലിയ മതിൽക്കെട്ടാണ്. പിന്നെ എങ്ങനെ ഈ മൃഗം അകത്ത് കയറി? ഇതെങ്ങനെ അകത്തു വന്നു? ഞാൻ സ്വയം ചോദിച്ചു. വിനോദേട്ടാ, അത് പശുവല്ല, മായ പിന്നിൽ നിന്നും പറഞ്ഞു. ഞാൻ വീണ്ടും അതിനെ നോക്കി. ഒറ്റനോട്ടത്തിൽ അതൊരു പശുക്കുട്ടിയാണെന്നേ തോന്നൂ. പക്ഷേ കഴിഞ്ഞ രാത്രി ആ കറുത്ത നായയിൽ ഞാൻ കണ്ട അതേ വാളിച്ചകൾ ഈ മൃഗത്തിലും ഉണ്ടായിരുന്നു. മുൻകാലുകളുടെ സന്ധികൾ. പശുക്കളുടെ കാലുകൾ അങ്ങനെ വളയില്ല. ഇതിന്റെ കാലുകൾ മനുഷ്യരുടെ കൈമുട്ടുകൾ പോലെ പുറത്തേക്കാണ് മടങ്ങിയിരിക്കുന്നത്. ശരീരത്തിന്റെ പിൻഭാഗം അല്പം താഴ്ന്നാണിരിക്കുന്നത്. ഒരു മനുഷ്യൻ 4 കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഞാൻ ജനലിൽ 2 തവണ തട്ടി. ശബ്ദം കേട്ട് അത് ഇലകൾ തിന്നുന്നത് നിർത്തി. അത് വളരെ സാവധാനം തലതിരിച്ച് എന്നെ നോക്കി. അതിൻ്റെ മുഖം കണ്ട് ഞാനൊന്ന് ഞെട്ടി. ആ മുഖം ഒരു പശുവിൻ്റേതായിരുന്നില്ല. പശുക്കൾക്ക് അങ്ങനെയുള്ള കണ്ണുകളില്ല. മനുഷ്യരുടേതുപോലെയുള്ള കൃഷ്ണമണികൾ. അതുമല്ലേ വായ തുറന്ന് ശബ്ദമുണ്ടാക്കി. അതൊരാൾ വായ കുത്തിപ്പിടിച്ച് അടക്കി കരയുന്നത് പോലെയുള്ളൊരു ശബ്ദമായിരുന്നു. അതിലും ഭയാനകമായ കാര്യം ഞാൻ ആ നിമിഷം കണ്ടു. അതിൻ്റെ വായിലെ പല്ലുകൾ മനുഷ്യൻ്റേതിന് സമാനമായ നിറയൊത്ത പല്ലുകൾ. അതിൻ്റെ മുൻവശത്തെ ഒരു പല്ലിൻ്റെ ഒരറ്റം ചെറിയ രീതിയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇടതുവശത്തെ മുൻപല്ലിൻ്റെ ഒരു ഭാഗം പൊട്ടിയ ഒരാളെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, എൻ്റെ അയൽക്കാരൻ ഗോപിയേട്ടനായിരുന്നു. ജനലിൻ്റെ കർട്ടൻ ഞാൻ മുഴുവനായും വലിച്ചിട്ടു. എൻ്റെ ഉള്ളിലെ ചിന്തകൾ പരസ്പരം പോരടിക്കാൻ തുടങ്ങി. ഗോപിയേട്ടൻ 2 ദിവസം മുമ്പ് കോവിഡ് ബാധിച്ച് ആശുപത്രിയിലായതാണ്. അദ്ദേഹത്തെ പോലെ പല്ലുകളുള്ള ഒരു മൃഗം എൻ്റെ മുറ്റത്ത് വന്നു നിൽക്കുന്നു. ഇത് അസംഭവ്യമാണ്. വിനോദേട്ടാ, എന്താ അത്? മായയുടെ ശബ്ദത്തിൽ പരിഭ്രാന്തി ഉണ്ടായിരുന്നു. ഒന്നുമില്ല മായേ, വെറും ഒരു പശുക്കുട്ടി. ഗേറ്റ് അടയ്ക്കാൻ ഞാൻ മറന്നിട്ടുണ്ടാകും. അതുവഴി കയറിയതാകും. ഞാൻ നുണ പറഞ്ഞു. ആ പല്ലുകൾ അവൾ കണ്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കാലുകൾ കണ്ടില്ലേ? അത് നോക്കുന്ന രീതി. അവൾ പറഞ്ഞു. നിനക്ക് തോന്നിയതാവും.
നീ പോയി അപ്പുവിൻ്റെ കൂടെ TV കണ്ടോ, ഞാനതിനെ ഓടിക്കാം. ഞാൻ അവളെ ഹാളിലേക്ക് പറഞ്ഞയച്ചു. അവൾ പോയ ശേഷം ഞാൻ വളരെ പതുക്കെ കർട്ടൻ്റെ ഒരു ഭാഗം മാറ്റി വെളിയിലേക്ക് നോക്കി. അതവിടെ ഉണ്ടായിരുന്നില്ല. മുറ്റത്തെ ചെമ്പരത്തി ചെടിയുടെ കുറേ ഇലകൾ കടിച്ചു പറിച്ച നിലയിൽ താഴെ കിടക്കുന്നുണ്ട്. ഗേറ്റ് പഴയതുപോലെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. മതിലിന് കുറഞ്ഞത് 8 അടി ഉയരമുണ്ടാവും. ഒരു പശുക്കുട്ടിക്ക് ആ മതിൽ ചാടി കടക്കാൻ കഴിയില്ല. പകലായിരുന്നിട്ട് പോലും ആ മുറ്റം എനിക്ക് അപരിചിതമായ ഇടം പോലെ തോന്നി. ഞാൻ ഫോൺ എടുത്ത് ഗോപിയേട്ടൻ്റെ ഭാര്യയെ വിളിച്ചു. അവർ ഇപ്പോൾ അവരുടെ സ്വന്തം വീട്ടിൽ ക്വാറന്റൈനിലാണ്. 2 തവണ റിങ് ചെയ്ത ശേഷം അവർ ഫോൺ എടുത്തു. ഹലോ ചേച്ചി, ഗോപിയേട്ടൻ എങ്ങനെയുണ്ട്, ഞാൻ ചോദിച്ചു. മറുപടി ഒരു വിങ്ങലായിരുന്നു. വിനോദേ, ഗോപിയേട്ടൻ പോയി. ഇന്നലെ രാത്രി ആശുപത്രിയിൽ വെച്ച്. അത് കേട്ട് ഞാൻ മരവിച്ച് നിന്നുപോയി. ഗോപിയേട്ടൻ മരിച്ചു ഇന്നലെ രാത്രിയാണ് എൻ്റെ ഗേറ്റിന് പുറത്ത് ആ കറുത്ത നായ വന്നു നിന്നത്. ഗോപിയേട്ടൻ്റെ അതേ താളത്തിൽ ചുമച്ചത്. ഇത് വെറും ഒരു യാദൃശ്ചികതയല്ല. ഇന്നലെ രാത്രി ഗേറ്റിൽ വന്നതും ഇന്നുച്ചയ്ക്ക് മുറ്റത്ത് വന്നതും ഒരേ സാധനം തന്നെയാണ്. രൂപം മാറിയെത്തിയ മറ്റെന്തോ ഒന്ന്. പണ്ടെങ്ങോ മുത്തശ്ശി പറഞ്ഞു തന്ന ഒടിയൻ്റെ കഥകൾ എനിക്ക് ഓർമ്മ വന്നു. കാളയുടെയും പോത്തിൻ്റെയും രൂപം മാറിയെടുത്ത് മനുഷ്യരെ ഉപദ്രവിക്കാൻ വരുന്നവർ. പക്ഷെ ഇതൊരു പഴയ നാട്ടിൻപുറമല്ല, ഒരു റെസിഡൻഷ്യൽ കോളനിയാണ്. ഇവിടെ എങ്ങനെ, അതും പട്ടാപ്പകൽ, ഞാൻ ചിന്തിച്ചു. രാത്രിയായി. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. മഴത്തുള്ളികൾ മേൽക്കൂരയിൽ വീഴുന്ന ശബ്ദം മുറിയിലെ നിശബ്ദതയെ കൂടുതൽ ഭയാനകമാക്കി. ഞാൻ ഉറങ്ങിയിരുന്നില്ല. ജോലി ചെയ്യാനാവാതെ ലാപ്ടോപ്പ് തുറന്നു വെച്ച് അതിലേക്ക് വെറുതെ നോക്കിയിരിക്കുകയായിരുന്നു. മായയും അപ്പവും നല്ല ഉറക്കത്തിലാണ്. സമയം പുലർച്ചെ 2 മണി കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് മുൻവശത്തെ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. വളരെ പതുക്കെയുള്ള മുട്ടുകൾ. ഞാൻ എഴുന്നേറ്റു. മായ ഉണരാതിരിക്കാൻ ശ്രദ്ധിച്ച് ഞാൻ വാതിലിനടുത്തേക്ക് നടന്നു. ഞാൻ കാതുകൾ വാതിലിനോട് ചേർത്ത് വെച്ചു. വിനോദേട്ടാ, വാതിലൊന്ന് തുറക്കാമോ, എനിക്ക് തീരെ വയ്യ. ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി പിന്നോട്ട് മാറി. അതെൻ്റെ ഭാര്യ മായയുടെ അനിയൻ സുധീറിൻ്റെ ശബ്ദമായിരുന്നു. സുധീർ ദുബായിലാണ്. ലോക്ക്ഡൗൺ കാരണം വിമാനങ്ങളൊന്നും വരുന്നില്ല. അവൻ എങ്ങനെ ഇവിടെ എത്തും? ചേട്ടാ, ഞാൻ സുധീറാ, വാതിൽ തുറക്ക്. വീണ്ടും അതേ ശബ്ദം. തൃശ്ശൂർ ഭാഷയിലുള്ള ആ പ്രത്യേക ശൈലി. മായ കിടക്കുന്ന മുറിയിലേക്ക് ഞാൻ ഓടി. ഭാഗ്യത്തിന് അവൾ ഉണർന്നിട്ടില്ല. ഞാൻ തിരികെ വാതിലിനടുത്തേക്ക് വന്നു. സ്വീകരണ മുറിയിലെ ജനലിൻ്റെ ഒരു പാളി ഞാൻ അല്പം തുറന്ന് പുറത്തെ പോർച്ചിലേക്ക് നോക്കി. അവിടെ ഉണ്ടായിരുന്നത് സുധീറായിരുന്നില്ല. ഏതോ ഒരു മനുഷ്യൻ പോർച്ചിൻ്റെ തൂണിൽ ചാരിയിരിക്കുകയായിരുന്നു. ഒരു വലിയ കറുത്ത കമ്പിളിയോ മൃഗത്തിൻ്റെ തോലോ പോലെയുള്ള എന്തോ ഒന്ന് അയാൾ പുതച്ചിട്ടുണ്ട്. ജനൽ തുറക്കുന്ന ചെറിയ ശബ്ദം കേട്ടയുടനെ ആ രൂപം പെട്ടെന്ന് 4 കാലുകളിലേക്ക് കുനിഞ്ഞു. അത് തലതിരിച്ച് ജനലിലേക്ക് നോക്കി. വഴിവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആ മുഖം കണ്ടു. കോളനിയുടെ കവലയിൽ ലോട്ടറി വിൽക്കാറുള്ള 50 വയസ്സ് തോന്നിക്കുന്ന ഒരാളായിരുന്നു അത്. എന്നാൽ അയാളുടെ മുഖത്തെ പേശികൾ വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു. ചുണ്ടുകൾ കോടിപ്പിടിച്ചിരുന്നു. ചേട്ടാ, മഴ നനയുന്നു, എന്നെ നോക്കി ആ രൂപം വീണ്ടും സുധീറിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു. ഇത്തവണ ഞാൻ വേഗം ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ചു. ഹൈവേ പെട്രോളിംഗ് വണ്ടി ഞങ്ങളുടെ കോളനിക്ക് അടുത്തുകൂടി പോകുന്നുണ്ടായിരുന്നു. 5 മിനിറ്റിനുള്ളിൽ പോലീസിൻ്റെ ജീപ്പ് കോളനിയുടെ റോഡിലേക്ക് തിരിഞ്ഞു. പോലീസിൻ്റെ വണ്ടിയുടെ വെളിച്ചം ഗേറ്റിൽ വീണ നിമിഷം ആ പോർച്ചിൽ നിന്നിരുന്ന രൂപം ഗേറ്റിന് മുകളിലൂടെ ഒറ്റച്ചാട്ടത്തിന് പുറത്തെത്തി. ഒരു മനുഷ്യനും സാധിക്കാത്ത വേഗത. 4 കാലുകളിൽ അത് ഇരുട്ടിലൂടെ ഓടി മറയുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിൻ്റെ വേഗതയും ഒരു മനുഷ്യൻ്റെ ശരീരവും. പോലീസുകാർ വന്ന് മുറ്റമൊക്കെ പരിശോധിച്ചു. ആരുമില്ലല്ലോ സാറേ, ലോക്ക്ഡൗൺ അല്ലേ, വേറെ ആരെങ്കിലും വഴി തെറ്റി വന്നതാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയതാകും, ഒരു പോലീസുകാരൻ പറഞ്ഞു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വാതിൽ ഭദ്രമായി പൂട്ടി. പുറത്തിറങ്ങാൻ കഴിയാതെ വീടിനുള്ളിൽ അടച്ചിരിക്കുമ്പോൾ വൈറസിനേക്കാൾ ഞാൻ ഭയന്നത് പുറത്ത് മനുഷ്യരുടെ ശബ്ദമനുകരിച്ച് വാതിൽ തുറക്കാൻ കാത്തു നിൽക്കുന്ന ആ രൂപത്തെയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി പോർച്ചിൽ ആ രൂപം ഇരുന്ന സ്ഥലത്ത് പോയി നോക്കി. അവിടെ ഒരു ചെറിയ സാധനം കിടപ്പുണ്ടായിരുന്നു. ഒരു ലോട്ടറി ടിക്കറ്റ്. ഞാൻ അതെടുത്തു നോക്കി. ടിക്കറ്റിൻ്റെ നമ്പർ അവസാനിക്കുന്നത് 456-ലാണ്. പെട്ടെന്നാണ് എൻ്റെ ഓർമ്മയിലേക്ക് ഒരു കാര്യം വന്നത്. 2 ആഴ്ച മുമ്പ് ആ ലോട്ടറിക്കാരൻ്റെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങിയ ടിക്കറ്റിൻ്റെ അവസാന നമ്പറും 456 ആയിരുന്നു. ആ ടിക്കറ്റ് ഇപ്പോഴും എൻ്റെ പേഴ്സിലുണ്ട്. ഞാൻ വേഗം അകത്ത് കയറി പേഴ്സ് എടുത്തു. ടിക്കറ്റ് അതിലില്ല. എൻ്റെ പേഴ്സിലിരുന്ന ടിക്കറ്റ് എങ്ങനെ പുറത്തെത്തി? ആ രൂപം എങ്ങനെ അതിവിടെ ഇട്ടു? എൻ്റെ മനസ്സിലൂടെ ഭയം വേരൂന്നാൻ തുടങ്ങി. ഇത് വെറുമൊരു തോന്നലല്ല.
എന്തോ ഒന്ന് ഞങ്ങളെ ലക്ഷ്യമിട്ടിരിക്കുന്നു. അത് ഞങ്ങളുടെ ചുറ്റും തന്നെയുണ്ട്. രൂപം മാറി, ശബ്ദം മാറി, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ പോലും അത് അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഒരു വലിയ കത്തി കയ്യിൽ പിടിച്ച് ഞാൻ സ്വീകരണ മുറിയിൽ തന്നെ ഇരുന്നു. സമയം 1 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ ശബ്ദിച്ചു. അജ്ഞാതമായൊരു നമ്പർ. ഞാൻ ഫോൺ എടുത്തു. വിനോദേ, മറുതലയ്ക്കൽ നിന്നും കേട്ട ശബ്ദം എന്നെ തറപ്പിച്ചു കളഞ്ഞു. അത് ഗോപിയേട്ടൻ്റെ ശബ്ദമായിരുന്നു. അതെ, മരിച്ചുപോയ ഗോപിയേട്ടൻ്റെ ശബ്ദം. വിനോദേ, വാതിൽ തുറക്ക്, എനിക്ക് അകത്തു വരണം. ഫോണിലൂടെ മാത്രമല്ല ആ ശബ്ദം വന്നത്, എൻ്റെ വീടിൻ്റെ മുൻവാതിലിന് തൊട്ടുപുറത്തു നിന്നും കൂടിയായിരുന്നു. ഞാൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. വാതിലിൻ്റെ മറുവശത്ത് നിന്ന് ആ ശബ്ദം വീണ്ടും കേട്ടു. വിനോദേ, വാതിൽ തുറക്ക്. സ്ക്രീനിലെ അജ്ഞാത നമ്പറിലേക്ക് ഞാൻ ഉറ്റുനോക്കി. അത് കട്ട് ചെയ്യാൻ എൻ്റെ വിരലുകൾക്ക് ശക്തിയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കോൾ കട്ടായി. മുറിയിൽ പൂർണ്ണ നിശബ്ദത. ഞാൻ വാതിലിനടുത്തേക്ക് നീങ്ങി. അതിൻ്റെ ചെറിയ വിടവിലൂടെ പുറത്തേക്ക് നോക്കാൻ ധൈര്യം വന്നില്ല. കത്തിയുടെ പിടിയിൽ എൻ്റെ വിയർപ്പ് പറ്റി അത് വഴുതുന്നുണ്ടായിരുന്നു. വിനോദേ, ഇത്തവണ ശബ്ദം വാതിലിൻ്റെ പുറത്തുനിന്നല്ല, ഫോണിൽ നിന്നുമല്ല. അത് വന്നത് അകത്തുനിന്നാണ്, കിടപ്പുമുറിയിൽ നിന്ന്. എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റി. മായയുമപ്പവും ഉറങ്ങുന്ന മുറിയിലാണ് ആ ശബ്ദം. ഞാൻ ഓടി കിടപ്പുമുറിയുടെ വാതിൽക്കലെത്തി. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. മുറിക്കുള്ളിൽ കൂരിരുട്ട്. ജനലുകൾ അടച്ചിട്ടിരിക്കുന്നു. ഞാൻ സ്വിച്ച് ബോർഡിലേക്ക് കൈനീട്ടി. ലൈറ്റ് തെളിഞ്ഞപ്പോൾ കണ്ട കാഴ്ച എന്നെ തളർത്തി കളഞ്ഞു. കട്ടിലിൽ മായ കിടപ്പുണ്ട്. അപ്പു അവളെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്നു. പക്ഷേ കട്ടിലിൻ്റെ കാൽക്കലായി തറയിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഗോപിയേട്ടൻ. അതെ, മരിച്ച ഗോപിയേട്ടൻ തന്നെ. ആശുപത്രിയിൽ പോകുമ്പോൾ ധരിച്ചിരുന്ന അതേ ഷർട്ടും മുണ്ടും. പക്ഷേ അയാളുടെ മുഖം അത് ഗോപിയേട്ടൻ്റേത് മാത്രമായിരുന്നില്ല. മുഖത്തിൻ്റെ ഒരു ഭാഗം ഗോപിയേട്ടൻ്റേതാണ്, മറുഭാഗം അത് ഇന്നലെ രാത്രി ജനലിലൂടെ ഞാൻ കണ്ട ആ ലോട്ടറിക്കാരൻ്റേതായിരുന്നു. പേശികൾ വലിഞ്ഞു മുറുകി, ചുണ്ടുകൾ കൂടിയ ആ മുഖം. 2 വ്യത്യസ്ത മുഖങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചതുപോലെയുള്ള വിചിത്രമായൊരു രൂപം. ആ രൂപം എന്നെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ ഗോപിയേട്ടൻ്റെ മുൻപല്ലിലെ ആ ചെറിയ പൊട്ടൽ വ്യക്തമായി കാണാമായിരുന്നു. ഇന്നലെ പകൽ മുറ്റത്ത് വന്നു നിന്ന ആ പശുക്കുട്ടിയുടെ വായിൽ ഞാൻ കണ്ട അതേ പൊട്ടൽ. വിനോദേ, മഴ നനയുന്നു. ആ രൂപം വീണ്ടും ഗോപിയേട്ടൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു. അവസാന വാക്കുകൾ. ഇന്നലെ രാത്രി ആ ലോട്ടറിക്കാരൻ പറഞ്ഞ അതേ വാക്കുകൾ. ഞാൻ കത്തി മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു. ആരാ നീ? നിനക്കെന്താ വേണ്ടത്? ആ രൂപം എഴുന്നേറ്റു. ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ചലനങ്ങളല്ല അതിനുണ്ടായിരുന്നത്. നിലത്ത് കൈകൾ കുത്തി മൃഗങ്ങളെപ്പോലെയാണ് അത് എഴുന്നേറ്റത്. മുൻകാലുകൾ അല്ല, കൈകൾ വശങ്ങളിലേക്ക് തള്ളി നിൽക്കുന്നു. അത് കട്ടിലിനടുത്തേക്ക് ഒരു ചുവട് വെച്ചു. അവിടെ നിൽക്ക്, ഞാൻ ഉറക്കെ അലറി. എൻ്റെ ശബ്ദം കേട്ട് മായ ഞെട്ടിയുണർന്നു. അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് കട്ടിലിനരികിൽ നിൽക്കുന്ന ആ രൂപത്തെയാണ്. അവൾ ഉറക്കെ നിലവിളിക്കാൻ വായ തുറന്നു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. പകരം അവൾ വായ പൊത്തിപ്പിടിച്ച് അടക്കി കരയുന്നത് പോലെയുള്ള ഒരു ശബ്ദമാണ് പുറത്തു വന്നത്. ഇന്നലെ രാത്രി മുറ്റത്തു വന്ന ആ പശുക്കുട്ടി ഉണ്ടാക്കിയ അതേ ശബ്ദം. എൻ്റെ തലപെരുത്തു. ചുറ്റും നടക്കുന്നതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഭാര്യയുടെ ശബ്ദം എങ്ങനെ ആ മൃഗത്തിൻ്റെ ശബ്ദമായി മാറി? ആ രൂപം മായയെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ ഒറ്റച്ചാട്ടത്തിന് ജനലിൻ്റെ അടുത്തേക്കെത്തി. അടച്ചിട്ട ജനൽപ്പാളികൾക്കിടയിലൂടെ ഒരു പുക പോലെ അത് പുറത്തേക്ക് വഴുതിപ്പോയി. ഞാൻ ഓടി ജനലിനടുത്തേക്ക് ചെന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഗേറ്റിന് പുറത്ത് ആ വലിയ കറുത്ത നായ നിൽക്കുന്നുണ്ടായിരുന്നു. അതെന്നെ നോക്കിയൊന്ന് ചുമച്ചു. പിന്നെ ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. ഞാൻ തിരിഞ്ഞ് മായയെ നോക്കി. അവളപ്പോഴും ഭയത്താൽ വിറയ്ക്കുകയായിരുന്നു. അപ്പു ഉറക്കത്തിൽ നിന്നുണർന്നിട്ടില്ല. മായേ, ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ എന്നെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നു. അവൾ വായ തുറന്ന് എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ പുറത്തു വന്നത് സുധീറിൻ്റെ ശബ്ദമായിരുന്നു. ചേട്ടാ, ഞാൻ സുധീറ, വാതിൽ തുറക്ക്. ഞാൻ 2 ചുവട് പിന്നോട്ട് മാറി. എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ നിന്നും അവളുടെ അനിയൻ്റെ ശബ്ദം. ഇത് അസംഭവ്യമാണ്. ഞാൻ വേഗം ഫോണെടുത്ത് സുധീറിൻ്റെ ദുബായിലുള്ള നമ്പറിലേക്ക് വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സുധീറെ, ഞാൻ വിളിച്ചു. മറുതലയ്ക്കൽ നിശബ്ദതയായിരുന്നു. സുധീറെ, ഞാൻ വിനോദേട്ടനാ. പെട്ടെന്ന് ഫോണിലൂടെ ഒരു ചുമയുടെ ശബ്ദം കേട്ടു. ഗോപിയേട്ടൻ്റെ അതേ ചുമ. ഞാൻ വേഗം ഫോൺ കട്ട് ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ ചുറ്റുപാടുകൾ
എല്ലാം എനിക്ക് അപരിചിതമായി മാറുകയാണ്. എന്തോ ഒന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ ശബ്ദങ്ങൾ, രൂപങ്ങൾ, ഓർമ്മകൾ എല്ലാം അത് മോഷ്ടിക്കുകയാണ്. അടുത്ത ദിവസം ലോക്ക്ഡൗൺ ആണെന്നൊന്നും നോക്കാൻ നിൽക്കാതെ രാവിലെ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്ന് ഞാൻ SI രാധാകൃഷ്ണനെ കണ്ടു. അദ്ദേഹം എന്നെ ശ്രദ്ധയോടെ കേട്ടു. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിനോദേ. ഗോപി മരിച്ചത് കോവിഡ് കാരണമാണ്. ലോട്ടറിക്കാരൻ പത്മനാഭനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ലെന്ന് പരാതിയുണ്ട്. അയാൾ എവിടെയെങ്കിലും പോയതാകും. പിന്നെ നിങ്ങളുടെ ഭാര്യയുടെ ശബ്ദം, അതൊരു മാനസിക പ്രശ്നമാകാം, SI പറഞ്ഞു. അല്ല സാർ, ഇതൊരു മാനസിക പ്രശ്നമല്ല, ഞാൻ നേരിട്ട് കണ്ടതാണ്, ഞാൻ തറപ്പിച്ചു പറഞ്ഞു. ശരി, ഞാൻ രാത്രി പെട്രോളിംഗ് ശക്തമാക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ വീട്ടിലേക്ക് മടങ്ങി. വീടിൻ്റെ ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. ഞാൻ വേഗം അകത്ത് കയറി. മുൻവാതിലും തുറന്നു കിടക്കുന്നു. മായേ, ഞാൻ വിളിച്ചു. മറുപടി ഉണ്ടായില്ല. ഞാൻ വീടിനുള്ളിൽ കയറി. ഹാളിലും അടുക്കളയിലും ആരുമില്ല. കിടപ്പുമുറിയിൽ ചെന്നപ്പോൾ കണ്ടത് അപ്പു കട്ടിലിൽ ഒറ്റയ്ക്കുറങ്ങുന്നതാണ്. മായയെ അവിടെ എങ്ങും കാണാനില്ല. ഞാൻ മുഴുക്കെ തിരഞ്ഞു. അവൾ എവിടെയുമില്ല. പെട്ടെന്ന് എൻ്റെ ഫോൺ ശബ്ദിച്ചു. ഏതൊരു അൺനോൺ നമ്പറാണ്. ഞാൻ ഫോൺ എടുത്തു. മറുതലക്കിൽ നിന്നും മായയുടെ ശബ്ദം. വിനോദേട്ടാ. പക്ഷെ അത് അവളുടെ യഥാർത്ഥ ശബ്ദമായിരുന്നില്ല. രാത്രി ആ പശുക്കുട്ടി ഉണ്ടാക്കിയ അതേ അടക്കി പിടിച്ചുള്ള ആ കരച്ചിൽ പോലത്തെ ശബ്ദം. മായേ, നീ എവിടെയാ? ഞാൻ സംയമനം പാലിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇവിടെയുണ്ട് വിനോദേട്ടാ, ആ ശബ്ദം പറഞ്ഞു. അതേസമയം വീടിൻ്റെ തുറന്ന വാതിലിലൂടെ ഒരു കറുത്ത നായ അകത്തേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ വായിൽ മായ അലക്കാനിട്ടിരുന്ന ഒരു തുണിയുടെ കഷ്ണമുണ്ടായിരുന്നു. നായ എന്നെ നോക്കി ഒന്ന് ചുമച്ചു. പിന്നെ അപ്പു കിടക്കുന്ന മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി. ഞാൻ ഫോൺ താഴെയിട്ടു. ആ നായ കാണാതെ ഞാൻ സ്വീകരണ മുറിയിലെ ടീപ്പോയിലിരുന്ന ഭാരമുള്ള ഇരുമ്പ് ടോർച്ച് കയ്യിലെടുത്തു. അപ്പു കിടക്കുന്ന മുറിയുടെ വാതിൽക്കിലേക്ക് ഞാൻ ഓടി. ആ വലിയ നായയ്ക്ക് മുൻപേ ഞാൻ അവിടെ എത്തി. വാതിൽപ്പടിയിൽ ഞാൻ കാലുറപ്പിച്ചു നിന്നു. ടോർച്ച് ഞാൻ മുറുകെ പിടിച്ചു. എന്തു വന്നാലും അതിനെ മുറിക്കുള്ളിലേക്ക് ഞാൻ കടത്തില്ല. നായ നിന്നു. അതെന്നെ നോക്കി. അതിൻ്റെ വായിലെ തുണിക്കഷ്ണം താഴെ വീണു. പെട്ടെന്ന് ആ നായ മുൻകാലുകൾ ഉയർത്തി നിലത്ത് പിൻകാലുകളിൽ മാത്രമായി നിവർന്നു നിന്നു, ഒരു മനുഷ്യനെ പോലെ. അതിൻ്റെ തല എൻ്റെ നെഞ്ചിനൊപ്പം എത്തിയിരുന്നു. മുൻകാലുകൾ മനുഷ്യരുടെ കൈകൾ പോലെ അത് താഴേക്ക് തൂക്കിയിട്ടു. പിന്നെ അത് വായ തുറന്നു. അച്ഛാ, എനിക്ക് പേടിയാവുന്നു. അത് അപ്പുവിൻ്റെ ശബ്ദമായിരുന്നു. മുറിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ 4 വയസ്സുകാരൻ മകൻ്റെ ശബ്ദം. ഒട്ടും മാറ്റമില്ലാതെ അതേപടി. ഞാൻ സർവശക്തിയുമെടുത്ത് ആ രൂപത്തിൻ്റെ തലയ്ക്ക് നേരെ ടോർച്ച് വീശി. എൻ്റെ അടി ലക്ഷ്യം തെറ്റിയില്ല. പക്ഷേ ഇരുമ്പിലടിച്ച ഒരു ശബ്ദമാണ് ഉണ്ടായത്. അത് വേഗത്തിൽ 4 കാലുകളിലേക്ക് വീണു. ഒരു കരച്ചിലോടെ അത് തിരിഞ്ഞോടി. തുറന്നു കിടന്ന മുൻവാതിലിലൂടെ അത് മുറ്റത്തേക്കിറങ്ങി ഗേറ്റ് കടന്നു മറഞ്ഞു. ഞാൻ വേഗം വാതിലടച്ച് കുറ്റിയിട്ടു. അപ്പുവിൻ്റെ അടുത്തേക്ക് ഞാൻ ഓടി. അവൻ നല്ല ഉറക്കത്തിലാണ്. ഞാൻ അവനെ തൊട്ടു വിളിച്ചു. അവൻ അനങ്ങുന്നില്ല. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഞാൻ അവൻ്റെ മൂക്കിന് താഴെ വിരൽ വെച്ചു. ശ്വാസമുണ്ട്, പക്ഷേ അവൻ മയങ്ങിക്കിടക്കുകയാണ്. മായ എവിടെ? ഞാൻ നിലത്ത് കിടക്കുന്ന ഫോൺ എടുത്തു. കോൾ കട്ടായിരുന്നില്ല. സ്ക്രീനിൽ കോൾ സമയം ഓടുന്നുണ്ട്. മായേ, നീ എവിടെയാ? ഞാൻ ഫോണിലേക്ക് നോക്കി ഉറക്കെ അലറി. ഞാൻ ഇവിടെയുണ്ട്. ഫോണിൽ നിന്നും വീണ്ടും ആ മൂളൽ. എവിടെ? എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല. മുകളിൽ ഇരുട്ടിൽ. അത്രയും പറഞ്ഞ് ആ ഫോൺ കട്ടായി. മുകളിൽ ഇരുട്ടിൽ. വീടിൻ്റെ മുകൾ നില ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അവിടെ 2 മുറികളുണ്ട്, പണി തീരാത്ത മുറികൾ. മുകളിലേക്കുള്ള കോണിപ്പടിയുടെ ഇരുമ്പ് ഗ്രിൽ എപ്പോഴും പൂട്ടിയിടാറാണ് പതിവ്. ഞാൻ ടോർച്ചുമെടുത്ത് കോണിപ്പടിയുടെ അടുത്തേക്ക് നടന്നു. ഗ്രില്ലിലെ പൂട്ട് തകർന്നു കിടക്കുന്നു. താഴെ തറയിൽ പൂട്ട് 2ആയി ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു മനുഷ്യനും അത്രയും വലിയ പൂട്ട് അങ്ങനെ വലിച്ചൊടിക്കാൻ കഴിയില്ല. ഞാൻ പടികൾ കയറാൻ തുടങ്ങി. ഓരോ പടി കയറുമ്പോഴും എൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ടോർച്ചിൻ്റെ വെളിച്ചം പടികളിൽ വീണു. മുകളിലെ ഹാളിൽ വെളിച്ചമില്ല. ഞാൻ ടോർച്ച് ചുറ്റുമടിച്ചു. അവിടെയെങ്ങും ആരുമില്ല. സിമൻ്റ് ഇട്ട തറയിൽ ചിലന്തിവലകൾ മാത്രം. വലതുവശത്തെ മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുന്നു. ഞാൻ അങ്ങോട്ട് നടന്നു. വാതിൽ പതിയെ തള്ളി തുറന്നു. മുറിയിൽ പഴയ പത്രങ്ങളും കാർഡ്ബോർഡ് പെട്ടികളും കൂട്ടിയിട്ടിരിക്കുകയാണ്. മുറിയുടെ മൂലയിൽ ഒരാളിരിക്കുന്നു. മായ. അവൾ തറയിൽ കാൽമുട്ടുകൾക്കിടയിൽ തല വെച്ചിരിക്കുകയാണ്. ചുരിദാറിൻ്റെ ഒരു ഭാഗം കീറിപ്പോയിട്ടുണ്ട്. മായേ, ഞാൻ വിളിച്ചു. അവൾ അനങ്ങിയില്ല. ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്ന് അവളുടെ തോളിൽ പിടിച്ചു.
അവൾ സാവധാനം തലയുയർത്തി. ആ മുഖം മായയുടേതായിരുന്നു. എന്നാൽ ആ കണ്ണുകളിൽ യാതൊരു തിളക്കവുമില്ല. ജീവനില്ലാത്തൊരു നോട്ടം. ചുണ്ടുകൾ ഒരു വശത്തേക്ക് വല്ലാതെ കോടിയിരിക്കുന്നു. ആ രൂപം എന്നെ നോക്കി വിചിത്രമായൊന്ന് ചിരിച്ചു. എന്നിട്ടത് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. മുമ്പ് കണ്ട മൃഗങ്ങളെപ്പോലെ തന്നെ. കൈകൾ നിലത്തുകുത്തി പിൻഭാഗം ഉയർത്തി. അത് മായയല്ല, മായയുടെ രൂപത്തിലുള്ള മറ്റെന്തോ ആണ്. ഞാൻ ടോർച്ച് അതിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. അത് വേഗത്തിൽ ഒഴിഞ്ഞു മാറി. ടോർച്ച് ചുമരിൽ തട്ടി നിലത്ത് വീണുരുണ്ടു. ടോർച്ച് ഉപേക്ഷിക്കാൻ എനിക്കാവുമായിരുന്നില്ല. സ്വയം പ്രതിരോധിക്കാൻ അതല്ലാതെ എൻ്റെ പക്കൽ മറ്റൊന്നുമില്ല. ഞാൻ മായയെ തന്നെ നോക്കി നിന്നുകൊണ്ട് തന്ത്രപൂർവ്വം ടോർച്ചിനടുത്തേക്ക് നീങ്ങി. ടോർച്ചിനടുത്തെത്തിയതും അത് കുനിഞ്ഞെടുത്ത് ഞാൻ തിരിഞ്ഞോടി. കോണിപ്പടികൾ ഒറ്റയടിക്ക് ചാടിയിറങ്ങി. ഞാൻ താഴത്തെ ഗ്രിൽ വലിച്ചടച്ചു. താഴെ കിടന്നിരുന്ന പൂട്ടുവെച്ച് ഗ്രില്ലിൻ്റെ കൊളുത്ത് താൽക്കാലികമായി കുരുക്കിയിട്ടു. എൻ്റെ സ്വന്തം വീട് എനിക്ക് അപരിചിതമായി മാറിക്കഴിഞ്ഞു. എൻ്റെ ബുദ്ധിക്ക് ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളാനാകുന്നില്ല. മുകളിൽ നിൽക്കുന്നത് മായയുടെ രൂപം ധരിച്ച ആ സാധനമാണ്. അപ്പോൾ യഥാർത്ഥ മായയുടെ. പെട്ടെന്ന് അപ്പു കിടക്കുന്ന മുറിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. അച്ഛാ. അപ്പു ഉണർന്നിരിക്കുന്നു. ഞാൻ ആശ്വാസത്തോടെ മുറിയിലേക്ക് ഓടി. അവൻ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പു, മോനെ. ഞാൻ അവനെ വാരിയെടുക്കാൻ കൈകൾ നീട്ടി. അവൻ എന്നെ നോക്കി. ആ നോട്ടത്തിൽ അവൻ്റെ കുസൃതി ഉണ്ടായിരുന്നില്ല. 4 വയസ്സുകാരൻ്റെ ഭാവങ്ങളായിരുന്നില്ല അവൻ്റെ മുഖത്ത്. പ്രായത്തിൽ കവിഞ്ഞ എന്തോ ഒന്ന് ആ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്. അവൻ വായ തുറന്നു. വിനോദേ, വാതിൽ തുറക്ക്. എൻ്റെ മകൻ്റെ വായിൽ നിന്നും വന്നത് ഗോപിയേട്ടൻ്റെ ശബ്ദമായിരുന്നു. ഞാൻ 2 അടി പിന്നോട്ട് മാറി. കട്ടിലിലിരിക്കുന്ന എൻ്റെ മകൻ അപ്പുവിനെ ഞാൻ ഉറ്റുനോക്കി. അവൻ വീണ്ടും സംസാരിച്ചു. ഇത്തവണ ശബ്ദം മാറിയിരുന്നു. സുധീറിൻ്റെ ശബ്ദം. ചേട്ടാ, ഞാൻ സുധീറ. ഞാൻ തലയിൽ കൈവച്ച് തറയിലേക്ക് ഊർന്നിരുന്നു. ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ മുന്നിലിരിക്കുന്നത് അപ്പുവല്ല. അവൻ്റെ ശരീരത്തിൽ ആ സാധനം പ്രവേശിച്ചോ? അതോ അപ്പുവിൻ്റെ രൂപത്തിലത് എൻ്റെ മുന്നിലിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ അപ്പു എവിടെ? യഥാർത്ഥ മായ എവിടെ? നീ ആരാണ്? ഞാൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. അപ്പുവിൻ്റെ രൂപത്തിലുള്ള ആ ജീവി കട്ടിലിൽ നിന്നും താഴേക്കിറങ്ങി. സാധാരണ കുട്ടികൾ നടക്കുന്നത് പോലെയല്ല അത് നടന്നത്. പാദങ്ങൾ നിലത്തുറപ്പിക്കാതെ കാൽവിരലുകളിൽ മാത്രം ഊന്നി വായുവിൽ ഒഴുകുന്നത് പോലെ അതെൻ്റെ അടുത്തേക്ക് വന്നു. തറയിലിരിക്കുകയായിരുന്ന എൻ്റെ മുഖത്തേക്ക് അത് നോക്കി. പിന്നെ അതെൻ്റെ സ്വന്തം ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വെളിയിൽ ഇറങ്ങരുതെന്ന്? ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ഞാൻ മായയോട് പറഞ്ഞിട്ടുള്ള അതേ വാചകം. ആ സമയം എൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ വീണ്ടും ശബ്ദിച്ചു. ഞാൻ ഫോൺ എടുത്തു. SI രാധാകൃഷ്ണനാണ് വിളിക്കുന്നത്. ഞാൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സാർ, വേഗം ഇങ്ങോട്ട് വരണം, എൻ്റെ ഭാര്യയെയും കുട്ടിയെയും, ഞാൻ പറഞ്ഞു. മറുതലക്കിൽ നിന്നും SI രാധാകൃഷ്ണൻ്റെ ശബ്ദത്തിന് പകരം ഉയർന്നത് ഒരു നായയുടെ ഊരിയിടലായിരുന്നു. നീണ്ട ഭയാനകമായ ഊരിയിടൽ. ഫോണിന് പുറത്ത് വീടിൻ്റെ മുകൾ നിലയിൽ നിന്നും അതേ ഊരിയിടൽ മുഴങ്ങാൻ തുടങ്ങി. മായയുടെ രൂപത്തിലുള്ള ആ ജീവിയും ഊരിയിടുകയാണ്. 2 ശബ്ദങ്ങളും ഒരേ താളത്തിൽ എൻ്റെ കാതുകളിൽ അലച്ചു. അപ്പുവിൻ്റെ രൂപത്തിലുള്ള ജീവി എന്നെ നോക്കി ചിരിച്ചു. അത് വാതിൽക്കലേക്ക് നടന്നു. അടച്ചിട്ട മുൻവാതിലിൻ്റെ കുറ്റി അത് അനായാസം തുറന്നു. വാതിൽ മലർക്കെ തുറന്നിട്ടു. ഉച്ചതിരിഞ്ഞ സമയമാണ്. വെളിച്ചമുണ്ട്. പകൽ വെളിച്ചം ഹാളിലേക്ക് അടിച്ചു കയറി. പക്ഷേ ആ വെളിച്ചത്തിലേക്ക് നോക്കാൻ എനിക്ക് ഭയം തോന്നി. ഗേറ്റിന് പുറത്ത് ഒരു പോലീസ് ജീപ്പ് വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും SI രാധാകൃഷ്ണൻ പുറത്തിറങ്ങി. അദ്ദേഹം ഗേറ്റ് തുറന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് നടന്നു വന്നു. ഞാൻ ഓടി വാതിൽക്കലെത്തി. സാർ, വേഗം വരൂ, ഞാൻ വിളിച്ചു പറഞ്ഞു. SI രാധാകൃഷ്ണൻ മുറ്റത്തിൻ്റെ നടുക്കെത്തി നിന്നു. അദ്ദേഹം തലയുയർത്തി എന്നെ നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് യാതൊരു ഭാവവുമില്ലായിരുന്നു. പിന്നെ അദ്ദേഹം വായ തുറന്നു. അതിൽ നിന്നും തുടർച്ചയായ 3 ചുമകൾ പുറത്തു വന്നു. ഗോപിയേട്ടൻ ആംബുലൻസിൽ കയറുമ്പോൾ ഉണ്ടാക്കിയ അതേ താളത്തിലുള്ള ചുമകൾ. എനിക്ക് ചുറ്റുമുള്ള ലോകം തകർന്നു വീഴുകയായിരുന്നു. പോലീസുകാരൻ, എൻ്റെ മകൻ, മുകൾ നിലയിൽ എൻ്റെ ഭാര്യ, എല്ലാവരും. അവരൊന്നും മനുഷ്യരായിരുന്നില്ലേ? പോലീസ് ജീപ്പിൽ നിന്ന് ഡ്രൈവറും പുറത്തിറങ്ങി. അയാളുടെ മുൻകാലുകൾ കൈമുട്ടുകൾ പോലെ വശങ്ങളിലേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. വെളിച്ചം എപ്പോഴും സത്യം പറയണമെന്നില്ല. പകൽ വെളിച്ചത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞത് അതായിരുന്നു. മുറ്റത്ത് നിൽക്കുന്ന പോലീസുകാരൻ, അയാളുടെ ഡ്രൈവർ, മുകളിലെ ഇരുട്ടിലിരിക്കുന്ന എൻ്റെ ഭാര്യ, എൻ്റെ തൊട്ടുപിന്നിൽ മുൻവാതിൽ തുറന്നിട്ട എൻ്റെ മകൻ അപ്പു. ഇവർക്കെല്ലാം ഒരേ സ്വഭാവം.
ഒരേ ചലനങ്ങൾ. എൻ്റെ ചിന്താശേഷി മുഴുവനായും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരേ സമയം ഇത്രയും പേരായി മാറാൻ ഒരു ജീവിക്കും കഴിയില്ല. മുത്തശ്ശി പറഞ്ഞിട്ടുള്ള പഴയ കഥകളിലെ ഒരു പാഠമുണ്ട്. അവർ നമ്മുടെ ശരീരത്തെയല്ല, മനസ്സിനെയാണ് ആദ്യം തോൽപ്പിക്കുന്നത്. ഭയം കൂടുന്തോറും അവർ കാണിക്കുന്ന മായാജാലങ്ങൾക്ക് ശക്തി കൂടും. ഞാൻ കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല. ഞാൻ വേഗം മുൻവാതിലിനടുത്തേക്ക് ഓടി. എൻ്റെ സർവ്വശക്തിയുമെടുത്ത് ആ മരപ്പാളികൾ വലിച്ചടച്ചു കുറ്റിയിട്ടു. മുറ്റത്തു നിന്നും വലിയൊരു അലർച്ച കേട്ടു. അത് പോലീസുകാരൻ്റെ ശബ്ദമായിരുന്നില്ല, ഒരു മൃഗത്തിൻ്റെ കോപമായിരുന്നു അതിൽ. വാതിലടച്ചതോടെ അതിൻ്റെ ഒരു കളി പൊളിഞ്ഞിരിക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. ഹാളിൻ്റെ വാതിൽ തുറന്നിട്ട ആ അപ്പു ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. അവൻ എന്നെ നോക്കി വിചിത്രമായി ചിരിച്ചു. ഞാൻ കയ്യിലിരിക്കുന്ന ഇരുമ്പ് ടോർച്ച് ആ രൂപത്തിന് നേരെ സർവ്വശക്തിയും എടുത്ത് വലിച്ചെറിഞ്ഞു. സാധാരണഗതിയിൽ ആ രൂപം ഒഴിഞ്ഞു മാറേണ്ടതാണ്. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. ടോർച്ച് ആ ശരീരത്തിലൂടെ കടന്ന് പിന്നിലെ ചുമരിൽ ചെന്നിടിച്ച് വലിയൊരു ശബ്ദത്തോടെ താഴെ വീണു. ആ നിമിഷം ഒരു പുകമറ പോലെ എൻ്റെ മുന്നിൽ നിന്ന ആ രൂപം അപ്രത്യക്ഷമായി. അതൊരു തോന്നൽ മാത്രമായിരുന്നോ? എൻ്റെ ഭയത്തെ മുതലെടുത്ത് ആ ജീവി എൻ്റെ തലച്ചോറിൽ വരച്ചിട്ട വെറും ഒരു ചിത്രം. അങ്ങനെയാണെങ്കിൽ മുകളിൽ കണ്ട മായയും ഒരു തോന്നൽ മാത്രമായിരിക്കും. എൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അതുണ്ടാക്കിയെടുത്ത കാഴ്ചകൾ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ മായയും അപ്പുവും ഇപ്പോൾ എവിടെയാണ്? പെട്ടെന്ന് അടുക്കളയുടെ ഭാഗത്തു നിന്നും വളരെ നേരിയൊരു ശബ്ദം ഞാൻ കേട്ടു. ഒരു പാത്രം തറയിൽ തട്ടുന്ന ശബ്ദം. ഞാൻ അടുക്കളയിലേക്ക് ഓടി. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. സ്റ്റോർ റൂമിൻ്റെ വാതിൽ പാതി ചാരിയിരിക്കുകയാണ്. എൻ്റെ ശ്രദ്ധ അവിടേക്ക് നീണ്ടു. ഞാൻ വാതിൽ പതുക്കെ തുറന്നു. സ്റ്റോർ റൂമിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. അരിപ്പാത്രങ്ങൾക്ക് പിന്നിലായി ഇരുട്ടിൽ രണ്ട് രൂപങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു, മായയും അപ്പുവും. അവർ ജീവനോടെയുണ്ട്. മായ അപ്പുവിനെ ചേർത്ത് പിടിച്ച് തറയിലിരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ ആശ്വാസം നിറഞ്ഞു. അവൾ വേഗം എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വിനോദേട്ടാ, അവൾ പതുക്കെ വിളിച്ചു. അതവളുടെ യഥാർത്ഥ ശബ്ദമായിരുന്നു. നിങ്ങൾ ഇവിടെയായിരുന്നോ? ഞാൻ ചോദിച്ചു. രാവിലെ ആ നായ വീടിനകത്തേക്ക് കയറിയപ്പോൾ ഞാൻ അപ്പുവിനെയും എടുത്ത് ഇവിടേക്ക് ഓടി വന്നതാണ്. ഞങ്ങളിവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു, അവൾ പറഞ്ഞു. അപ്പോൾ ഇത്ര നേരം ഞാൻ കണ്ടതെല്ലാം ആ ജീവി സൃഷ്ടിച്ച വെറും മായക്കാഴ്ചകളായിരുന്നു. ഞങ്ങളെ പരസ്പരം അകറ്റാനും ഭയപ്പെടുത്താനും അത് ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് ഹാളിൽ വലിയൊരു ശബ്ദം കേട്ടു. മുൻവാതിലിൽ എന്തോ ഒന്ന് വന്നിടിക്കുന്ന ശബ്ദം. ആ ജീവി അകത്ത് കടക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യത്തെ ഇടിയിൽ തന്നെ വാതിലിൻ്റെ ഒരു കുറ്റി ഇളകുന്ന ശബ്ദം കേട്ടു. അത് വെറും ഒരു നായയല്ല, ഒരു സാധാരണ മനുഷ്യനേക്കാൾ കരുത്തതിനുണ്ട്. ഞാൻ സ്റ്റോർ റൂമിൻ്റെ വാതിൽ അടച്ചു കുറ്റിയിട്ടു. മായയെയും അപ്പുവിനെയും പിന്നിലേക്ക് മാറ്റി നിർത്തി. ഹാളിൽ വലിയൊരു സ്ഫോടനം പോലെ മുൻവാതിലിൻ്റെ മരപ്പാളി തകർന്നു വീഴുന്ന ശബ്ദം കേട്ടു. അത് അകത്ത് കടന്നിരിക്കുന്നു. വീടിനുള്ളിൽ ഒരു വലിയ മൃഗം നടക്കുന്നതിൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കാം. അതിൻ്റെ നഖങ്ങൾ ടൈൽസിൽ ഉരയുന്നുണ്ട്. അടുക്കളയിൽ ആയുധമായി ഒന്നുമില്ല. എൻ്റെ കണ്ണുകൾ ഗ്യാസ് സിലിണ്ടറിനടുത്ത് വെച്ചിരിക്കുന്ന ഒരു കുപ്പിയിലേക്ക് പോയി. ഹാൻഡ് സാനിറ്റൈസർ. കോവിഡ് തുടങ്ങിയ ശേഷം എപ്പോഴും കരുതാറുള്ള സാധനം. 1/2 ലിറ്ററിൻ്റെ ഒരു വലിയ കുപ്പിയാണത്. അതിൽ നല്ലൊരു ശതമാനം ആൽക്കഹോളാണുള്ളത്. ഒപ്പം സ്ലാബിലിരുന്ന ഒരു ലൈറ്ററും ഞാൻ കയ്യിലെടുത്തു. സാനിറ്റൈസറിൻ്റെ അടപ്പ് ഞാൻ പൂർണ്ണമായും തുറന്നു മാറ്റി. ആ സമയം സ്റ്റോർ റൂമിൻ്റെ വാതിലിൽ വലിയൊരു ഇടി മുഴങ്ങി. വാതിൽപ്പാളികൾ വിറച്ചു. അടുത്ത ഇടിക്ക് അത് തകരും. ഞാൻ തയ്യാറായി നിന്നു. രണ്ടാമത്തെ ഇടിയിൽ വാതിലിൻ്റെ കുറ്റി തെറിച്ചുപോയി. വാതിൽ തുറക്കപ്പെട്ടു. എൻ്റെ മുന്നിൽ ആ വലിയ രൂപം നിൽക്കുന്നു. ഇപ്പോൾ അതിന് നായയുടെ രൂപമല്ല. ശരീരം ഒരു മനുഷ്യൻ്റേതുപോലെ നിവർന്നു നിൽക്കുന്നു. കൈകാലുകൾ വല്ലാതെ നീണ്ടിരിക്കുന്നു. മുഖത്ത് പത്മനാഭൻ എന്ന ആ ലോട്ടറിക്കാരൻ്റെയും ഗോപിയേട്ടൻ്റെയും രൂപങ്ങൾ മാറി മറിയുന്നുണ്ടായിരുന്നു. അതെന്നെ നോക്കി പല്ലുകൾ കോട്ടി. അത് സ്റ്റോർ റൂമിലേക്ക് ഒരു ചുവട് വെച്ചു. പിന്നെ എൻ്റെ നേരെ ചാടാനാഞ്ഞു. ആ നിമിഷം ഞാൻ കുപ്പിയിലുണ്ടായിരുന്ന സാനിറ്റൈസർ മുഴുവനായും അതിൻ്റെ മുഖത്തേക്ക് ചീറ്റിച്ചു. ഒപ്പം വലതു കൈയിലുണ്ടായിരുന്ന ലൈറ്റർ കത്തിച്ചു. ഒരു വലിയ തീഗോളം സാനിറ്റൈസറിലെ ആൽക്കഹോളിലൂടെ പടർന്നു കയറി. ആ രൂപത്തിൻ്റെ മുഖത്തേക്ക് തീ ആളിപ്പടർന്നു. തീ കണ്ടതും ആ ജീവിയുടെ സ്വഭാവം മാറി. അതുവരെ ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ ഭാവങ്ങളെല്ലാം ഇല്ലാതായി. ഒരു കാട്ടുമൃഗത്തെ പോലെ അത് ഉച്ചത്തിൽ നിലവിളിച്ചു. മുഖത്ത് പടർന്ന തീ അണയ്ക്കാൻ അത് കൈകൾ കൊണ്ട് മുഖം പൊത്തി. പിന്നെ നിലത്ത് 4 കാലിൽ കുത്തി അത് ഹാളിലേക്ക് തിരിഞ്ഞോടി. തകർന്ന വാതിലിലൂടെ മുറ്റത്തേക്ക് ചാടി അത് ഗേറ്റ് കടന്ന് ഓടി മറയുന്നത് ഞാൻ കണ്ടു. തീയുടെ വെളിച്ചം ഗേറ്റിന് പുറത്തേക്ക് അകന്നുപോയി. ഞാൻ ലൈറ്റർ താഴെയിട്ടു. എൻ്റെ കാലുകൾ കുഴയുന്നുണ്ടായിരുന്നു. മായ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ 3 പേരും
അവിടെ തറയിൽ ഇരുന്നുപോയി. മണിക്കൂറുകൾക്ക് ശേഷം ഉച്ചത്തിലുള്ള സൈറൺ മുഴങ്ങി. യഥാർത്ഥ പോലീസ് അവിടെ എത്തി. പോലീസുകാർ വീടും പരിസരവും അരിച്ചുപെറുക്കി. തകർന്ന വാതിലും നിലത്തെ പോറലുകളുമല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആ ജീവിയെക്കുറിച്ച് ഒരു തെളിവും കിട്ടിയതുമില്ല. കോവിഡ് കാലം കഴിഞ്ഞു. ലോകം പഴയതുപോലെയായി. ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നില്ല. വീട് വിറ്റ് പുതിയൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറി. 8ാം നിലയിലുള്ള ഒരു ഫ്ലാറ്റാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. പഴയ കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ സംസാരിക്കാറില്ല. പക്ഷേ ആ രാത്രികളിൽ ഞങ്ങളെ വേട്ടയാടിയത് എന്താണെന്ന ചിന്ത ഇപ്പോഴും എൻ്റെ പ്രക്കം കെടുത്താറുണ്ട്. അതൊരു സാധാരണ മൃഗമായിരുന്നില്ല. മുത്തശ്ശി പണ്ട് പറഞ്ഞിരുന്ന പകപോക്കാൻ മൃഗങ്ങളുടെ രൂപം മാറുന്ന നാട്ടിൻപുറത്തെ വെറുമൊരു ഒടിയനുമായിരുന്നില്ല അത്. അതിലും ഭയാനകമായ, മനുഷ്യരുടെ ശബ്ദവും ഓർമ്മയും രൂപവും ഊറ്റിക്കുടിക്കുന്ന, പാശ്ചാത്യർ സ്കിൻ വാക്കർ എന്ന് വിളിക്കുന്ന അതിപുരാതനമായ ഏതോ മായാരൂപം. വേഷം മാറാൻ അതിന് ഇരകളുടെ തോലുകൾ ആവശ്യമില്ലായിരുന്നു. മറിച്ച് പ്രിയപ്പെട്ടവരോടുള്ള നമ്മുടെ വൈകാരികമായ അടുപ്പമായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ആയുധം. അതെന്തിനാണ് എന്നെ ലക്ഷ്യം വെച്ചത് എന്നതിന് എനിക്കിപ്പോൾ വ്യക്തമായ ഒരു ഉത്തരമുണ്ട്. ലോകം മുഴുവൻ വാതിലുകൾ കൊട്ടിയടച്ച് അദൃശ്യനായ ഒരു വൈറസിനെ ഭയന്നിരിക്കുന്ന ആ കോവിഡ് കാലത്ത് പുറത്തെ ശൂന്യതയിൽ ഇത്തരം അമാനുഷിക ശക്തികൾക്ക് സ്വൈര്യവിഹാരം നടത്താൻ കഴിഞ്ഞിരിക്കണം. അവ മനുഷ്യരുടെ ശരീരത്തെയല്ല, അവരുടെ ഉള്ളിലെ ഭയത്തെയാണ് ആഹാരമാക്കുന്നത്. എൻ്റെ മാനസികാവസ്ഥ തന്നെയായിരുന്നു അതിന് വളമായത്. ഉറക്കമില്ലായ്മയും ഏകാന്തതയും മരണഭയവും ചേർന്ന് എൻ്റെ മനസ്സിലെ പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു. എന്നാൽ അതിനേക്കാളേറെ എന്നെ ഞെട്ടിക്കുന്നത് ആ ലോട്ടറി ടിക്കറ്റാണ്. കവലയിലെ ലോട്ടറിക്കാരൻ പത്മനാഭനെ ആ ജീവി ഇരയാക്കിയപ്പോൾ അയാളുടെ ഓർമ്മകളും അത് സ്വന്തമാക്കിയിരിക്കണം. അയാൾ എനിക്ക് നൽകിയ 456 എന്ന അവസാന നമ്പറുള്ള ആ ടിക്കറ്റ് വെറും ഒരു കടലാസായിരുന്നില്ല. മറിച്ച് ആ നമ്പറിലൂടെ അതെന്നെ കണ്ടെത്തുകയായിരുന്നു. ഒരു അദൃശ്യമായ ചരടുപോലെ ആ ടിക്കറ്റ് എന്നെ ആ ജീവിയുമായി ബന്ധിപ്പിച്ചു. ഇപ്പോൾ 8ാം നിലയിലെ ഈ ഫ്ലാറ്റിൻ്റെ സുരക്ഷിതത്വത്തിലിരിക്കുമ്പോഴും എനിക്കറിയാം, ആ ഇരുട്ട് പൂർണ്ണമായും ഒഴിഞ്ഞുപോയിട്ടില്ലെന്ന്. രാത്രികളിൽ ജനലിന് താഴെ കേൾക്കുന്ന ആ അടക്കിപ്പിടിച്ച വിതുമ്പലുകൾ വെറുതെയല്ല. എൻ്റെ മനസ്സ് വീണ്ടും ദുർബലമാക്കാൻ, എൻ്റെ ഉള്ളിലെ ഭയം വീണ്ടും ഉണർത്താൻ അത് ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഇരുമ്പുവാതിലുകൾ അടച്ചുപൂട്ടിയാലും നമ്മുടെ ഓർമ്മകളിലൂടെയും ഭയത്തിലൂടെയും അവയ്ക്ക് എളുപ്പത്തിൽ കടന്നു വരാനാകുമെന്ന് ആ രാത്രികൾ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാതിരിക്കുന്നതാണ് നല്ലത്. ഇരുട്ടിനെ കൂടുതൽ അറിയാൻ ശ്രമിക്കും തോറും ഇരുട്ട് നമ്മളെയും അറിയാൻ തുടങ്ങും.